ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. നമ്മുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ നമ്മൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ മനുഷ്യ മനസ്സാണെന്നുണ്ടെങ്കിൽ, അതായത് വിചാരം വികാരം എല്ലാം മൃഗങ്ങളെക്കാൾ ഉപരി മനുഷ്യർക്കാണ്. മനുഷ്യരാണ് കീഴോട്ടും മേലോട്ടൊക്കെ ചിന്തിച്ചു പ്രവർത്തിക്കാനുള്ള കഴിവും മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത പോലെയാണ് കാണുന്നത് കേട്ടോ. നമ്മൾ നാട്ടിലെ ഓരോ വാർത്തകളും, നമ്മൾ കേരളത്തിലായിക്കോട്ടെ നമുക്ക് കാണുന്ന വാർത്തകളും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ പത്രത്തിൽ ഇന്നലെ കണ്ടു 19കാരി ഒരു ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ച് കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു എന്നുള്ളത് അല്ലേ. അപ്പോൾ 19 വയസ്സായിട്ടുള്ളൂ എന്ന് ചിന്തിക്കണം. ജോലി ചെയ്യേണ്ട എറണാകുളത്തെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ജോലി ചെയ്യാന്ന് പഠിക്കണം, എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതുപോലെ വീട്ടിൽ ആർക്കും അറിയില്ല എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, വെറും പ്രായം 19 വയസ്സ്. നമ്മുടെയൊക്കെ കാലഘട്ടമല്ല, ശരിയാണ്, നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും വിവരം ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടമല്ല ഇന്നത്തെ കുട്ടികൾക്ക്, അത് നമുക്കറിയാം. കാലങ്ങളുടെ മാറ്റം അനുസരിച്ചിട്ട് കുട്ടികൾക്കും മാറ്റങ്ങളായി. അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇപ്പോൾ നമ്മൾ മൊബൈലായിക്കോട്ടെ അതുപോലെ TV ആയിക്കോട്ടെ നമ്മളൊന്നും കാണുന്ന പോലെയല്ല. നമ്മളൊക്കെ പണ്ടൊക്കെ നമുക്ക് ഒരു ഗാനരംഗം കാണുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കൂടി ഇരുന്ന് കാണുമ്പോൾ പാട്ട് സീനിലൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗമോ അല്ലെങ്കിൽ ഒന്ന് കിസ് ചെയ്യുന്ന രംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാണമായിരുന്നു അല്ലേ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ഒന്നിച്ചിരുന്ന് കാണുന്ന ഒരു കാഴ്ചനെയാണത്. ആർക്കും അതിലൊന്നും തോന്നാറില്ല, നാണക്കട ഒന്നും തോന്നിയിട്ടിരിക്കാറുമില്ല. അപ്പോൾ കാലങ്ങളുടെ മാറ്റമാണത്. നമ്മുടെ കാലത്ത് നിന്നും എത്രയോ വ്യത്യാസമാണ് ഇന്നത്തെ കാലഘട്ടം. പുരോഗമനം വരുന്നതും നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതും വളരെ നല്ലതാണ്. പക്ഷേ അത് എല്ലാ കാര്യത്തിലും നമുക്ക് ചിലപ്പോൾ നന്നായിക്കൊള്ളണമെന്നില്ല അല്ലേ. നമ്മൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ദൂര സ്ഥലങ്ങളിലേക്ക് പഠിക്കാനായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ വിട്ടുകൊടുക്കുന്നുണ്ട് അല്ലേ. അവർ പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് നമ്മൾക്ക് മക്കളിലുള്ള വിശ്വാസം അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അവർ നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കൂട്ടുകൂടുന്നതിനോ അവർ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് ജീവിക്കുന്നതിനോ നമുക്കൊന്നും എതിരല്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നല്ലൊരു പെൺകുട്ടിയേക്കാൾ നല്ലൊരു ആൺകുട്ടിയായിരിക്കും ഒരു പെൺകുട്ടിക്ക് കൂട്ടായിട്ട് കിട്ടുക. അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ വേറൊരു നിറം കാണാതെ നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് ജീവിക്കുന്ന കുട്ടികളെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കും അറിയാം, അതിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്കും അങ്ങനെ കുട്ടികൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആവുന്നുണ്ട്. ഞാനും അതിനോടൊക്കെ അനുകൂലം തന്നെയാണ്. നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അന്നൊന്നും ഇത്രയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ആൺകുട്ടികളോട് മിണ്ടണമുണ്ടോ ചിരിക്കണമുണ്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ അവർ പറയുന്നതെല്ലാം വിശ്വസിച്ചും നമ്മുടെ ഒരു വിശ്വാസം കൊണ്ടും അവരെ നമ്മൾ വേറൊരു രീതിയിൽ കാണാതെ ഇരിക്കുന്നത് കൊണ്ടും പല കുട്ടികളും അതിനെ മുതലെടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. അപ്പോൾ നമ്മൾ വീട്ടിൽ പണമൊക്കെ ചോദിക്കുമ്പോൾ പണം ഏതിനാന്നുള്ളത് അന്വേഷിച്ചിട്ട് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ അവർ ചിലവാക്കുമ്പോൾ അല്ലെങ്കിൽ ദുർച്ചിലവാക്കാതിരിക്കാനായിട്ടും നമുക്കൊരു പിടുത്തം വേണം. അതുപോലെ അവർ നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് തെളിവായിട്ട് തന്നെ വേണം. ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ആയിരങ്ങളും ഒന്നും അങ്ങനെ എടുത്തു കൊടുക്കാൻ പാടില്ല. അപ്പോൾ സാമ്പത്തികമുള്ളവരെ അങ്ങനെ കൊടുക്കണ്ടാവുള്ളൂ. ഒരു മിതമായ രീതിയിൽ ജീവിക്കുന്നവർ അങ്ങനെ കൊടുക്കില്ല. കുട്ടികൾ ചോദിക്കുമ്പോഴത്തേനും എന്തായാലും നമുക്ക് അന്വേഷിക്കും. എന്നാലും നുണ പറഞ്ഞ് കുട്ടികൾ വീട്ടിൽ നിന്ന് പണം വാങ്ങുന്ന ഒരു ശീലം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളിത്തമായിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നതിനും അതുപോലെ അങ്ങനെ ഓരോരോ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നത് കൊണ്ടാണ് അവർ വീട്ടിൽ നിന്നും പണം ആവശ്യപ്പെടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പുറം നാടുകളിലേക്കൊക്കെ നമ്മുടെ മക്കളെ പഠിക്കാനായിട്ട് വിടുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾ, ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മലയാളികളായ കുട്ടികളെ തന്നെ നമ്മൾ ഹോസ്റ്റൽ ഫീസും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചെലവിനുള്ളതും പിന്നെ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി എന്നുള്ള ലെവലിലും കൊടുക്കും. അതിലും കൂടുതലില്ലാത്തത് കൊണ്ട് അങ്ങനെ ദൂർത്തടിച്ചിട്ട് ജീവിക്കുന്ന രീതി അധികം കാണാനില്ല. പക്ഷെ അതിലും ഉണ്ട് കേട്ടോ. അവരൊന്നെങ്കിൽ വീട്ടുകാരറിയാതെ ഏതെങ്കിലും ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ചീത്ത രീതിയിലൊക്കെ ഉള്ളവരും ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടും പണം സമ്പാദിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നവരുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനും ഏതിനും നമ്മുടെ വിശ്വാസം, നമ്മൾ എത്രയൊക്കെ ചിട്ടയോട് കൂടിയിട്ടും എന്തൊക്കെ സ്നേഹമായിട്ടും നമ്മൾ എങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് വളർത്തിക്കൊണ്ട് വന്നാലും നന്നാവുന്നവർ മാത്രമാണ് നന്നാവുള്ളൂ, ചീത്തയാവുന്നവർ ചീത്തയാവും കേട്ടോ.
അതിപ്പോൾ ഇനിയിപ്പോൾ അത് നമ്മൾ കുടുംബ മഹിമ കുടുംബ പാരമ്പര്യം എന്നൊക്കെ പണ്ടുള്ളവർ പറയും, കുടുംബ പാരമ്പര്യം കുടുംബ മഹിമയുള്ളവരെ നന്നാവുള്ളൂ. എന്നാൽ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എത്ര കുടുംബ മഹിമയാണെങ്കിലും പാരമ്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അത് നന്നാവുന്നവർ മാത്രമേ നന്നാവുള്ളൂ. ചീത്തയായി പോകാൻ ഉദ്ദേശിക്കുന്നവർ ചീത്തയാവുക തന്നെ ചെയ്യും കേട്ടോ. അപ്പം നമ്മളത് അറിയില്ല. നമ്മൾ മക്കൾ എങ്ങനെ പോകണു, എന്ത് വേണം, അല്ലെങ്കിൽ അവരുടെ രീതികൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അവർ നമ്മളതിനെ ഫോൺ വിളിക്കണു, സംസാരിക്കണു, അത്ര മാത്രമാണ് നമുക്ക് അറിയണുള്ളൂ. ബാക്കി കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ല. നമ്മൾക്ക് ആ ഒരു വിശ്വാസം മാത്രമാണ് അവരുടെ അടുത്ത് നമുക്കുള്ളൂ കേട്ടോ. ആ ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മളും അവരെ ചീത്ത വഴിയിൽ കൂടെ പോവില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല അച്ഛനമ്മമാരുടെ ധാരണകളെയും തെറ്റിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ നേരായ വഴിയിലല്ലാതെ ഈ രീതിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് അപ്പം നമ്മൾ ഈ പത്രത്തിൽ കണ്ട വാർത്ത. അതാണ് ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഈ പത്രത്തിൽ കണ്ട വാർത്തയിൽ എന്താ വെച്ചാൽ, പെൺകുട്ടിക്ക് 19 വയസ്സായിട്ടേ ഉള്ളൂ. വീട്ടിൽ ഇങ്ങനെ വയറുവേദന എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ സാധാരണ ഒരു ഡോക്ടർക്ക് ഒരു ഗർഭിണീനെ തൊട്ട് നോക്കുമ്പോൾ വയറ് തൊട്ട് നോക്കിയാൽ അറിയും. അപ്പോൾ ആ ഡോക്ടർക്ക് സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. എന്നാലും ആ പെൺകുട്ടി പറയുമ്പോൾ അതും വിവാഹിതയല്ല എന്നുള്ളത് കൊണ്ട് പിന്നെ ഡോക്ടർ കൂടുതലായിട്ട് ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. എന്തായാലും ഈ കുട്ടി ശുചിമുറിയിൽ ആ ശൗചാലയത്തിൽ പ്രസവിച്ചിട്ട് ജനലിൻ്റെ വിടവിലൂടെ കുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് ആ കുട്ടിയുടെ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടീനെ അത്രയും നല്ലൊരു കുട്ടി കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ആ കുട്ടി നല്ലതാണോ ചീത്തയാണോ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഏത് പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടാലും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നും അല്ലേ. ആരുടെ മക്കളാണെങ്കിൽ പോലും നമ്മളൊന്ന് താലോലിക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ ഒക്കെ നോക്കില്ലേ അല്ലേ. ഒരു 5 വയസ്സ് വരെ എന്ന് പറഞ്ഞ പോലെ ആ കുട്ടികളുടെ, എൻ്റെ അമ്മ പറയും വെള്ളക്കടലാസാണ് കുട്ടികളുടെ മനസ്സെന്ന്. കാരണം എന്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞതാ അതാണ് അവർക്ക് അപ്പം മനസ്സിൽ ഉൾക്കൊള്ളുക എന്ന് പറയും. ശരിയാണ്. ഞാനും ഇവിടെ കുട്ടികളോട് പെരുമാറുമ്പോൾ ചിന്തിക്കും, അവരുടെ മനസ്സിൽ ഒന്നുമില്ല, എന്താ നമ്മളോടൊക്കെ എന്തൊക്കെ ഒരു സ്നേഹം, നമ്മൾ അവരോട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചും അവർക്ക് എന്തൊരു സ്നേഹമാണെന്നറിയോ. അപ്പോൾ ഇങ്ങനെയുള്ള പിഞ്ചു മക്കളേനെ ഇങ്ങനെ ജനലിൽ കൂടെ വലിച്ചെറിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആ തല എവിടെയെങ്കിലും പോയി മുട്ടുമോ, അല്ലെങ്കിൽ അല്ല ഒന്ന് കുട്ടികൾ വീഴുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുക. തല മുട്ടുമോ, അയ്യോ തല ഇടിച്ചോ, അല്ലെങ്കിൽ നെറ്റിടിച്ചോ, അല്ലെങ്കിൽ എന്തുണ്ടായോ, നമുക്ക് പേടിയല്ലേ. പിന്നെ പൊതുവിൽ ഇപ്പോൾ നമ്മൾ പറയും വീണ് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയണവരെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അതുവരെയൊക്കെ ടെൻഷനാണ് അല്ലേ. ഇതൊന്നുമില്ലാതെ ഈ പെൺകുട്ടി പ്രസവിച്ചിട്ട് സ്വയം മറുപിള്ള നീക്കിയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ കുട്ടിയെ ജനലിൻ്റെ വിടവിലൂടെ വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര കഠോരമായ മനസ്സായിരിക്കും ആ പെൺകുട്ടിയുടെ നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ തലമുറയ്ക്ക് പോലും ഏറ്റവും അപവാദമായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി. കാരണം അത്രയും മനസാക്ഷിയില്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ, വെറും 19 വയസ്സായ പെൺകുട്ടി ഇങ്ങനെ പെരുമാറിയപ്പോൾ ഇത്രയ്ക്കൊക്കെ ചെയ്യാനുള്ള കഴിവ് ആ പെൺകുട്ടിക്ക് ഉണ്ടായില്ലേ. അപ്പോൾ എന്നാൽ പ്രഗ്നൻ്റ് ആവാതിരിക്കാനായിട്ട് ആ കുട്ടിക്ക് ശ്രദ്ധിക്കായിരുന്നില്ലേ. അപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവ രൂപം കൊണ്ട് തന്നെയല്ലേ പ്രഗ്നൻ്റ് ആയത്. എന്തായാലും ഒരാൾ കൂടെ ജീവിക്കാതെ എന്തായാലും പ്രഗ്നൻ്റ് ആവില്ല. അപ്പോൾ പിന്നെ ആ പെൺകുട്ടിക്ക് അങ്ങനെ പ്രഗ്നൻ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കായിരുന്നില്ലേ. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ലേ. ഇല്ലെങ്കിൽ അബോർഷൻ ശ്രമിക്കായിരുന്നില്ലേ, അബോർഷൻ ചെയ്യായിരുന്നില്ലേ. എന്തിനും 10 മാസം വരെ നമ്മൾ ആ കുട്ടീനെ വയറ്റിൽ ചുമന്ന് നടന്നിട്ട് പ്രസവിച്ചിട്ട് ഇങ്ങനെ കളയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എത്ര പേര് മക്കളില്ലാതെ നടക്കണു അല്ലേ. എത്ര പേര് അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്ത ദുഃഖം, മക്കളുള്ളവർക്ക് ഉണ്ടായ ദുഃഖം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ പിഴച്ച് പ്രസവിക്കുന്നവർക്ക്, ഇങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, ഇങ്ങനെ പിഴച്ച് പ്രസവിക്കുന്നവർക്ക് വേഗം മക്കളാവുകയും ചെയ്യും. അവരെല്ലാവരും ഇതുപോലെ അമ്മത്തൊട്ടിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റോഡരികിൽ എത്ര പേര് ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാകണം എന്നില്ല. അമ്മ എന്ന് പറയുന്നതിന് ആ മക്കളെ നമ്മുടെ ത്യാഗ മനോഭാവം കൊണ്ട് വളർത്താനും സ്നേഹവും കരുണയും കൊടുത്ത് വളർത്താനും ശ്രമിക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് അമ്മ എന്ന വാക്കിന് അർഹയായിട്ടുള്ളൂ. അല്ലാത്തവർ അമ്മയല്ല. അപ്പോൾ നമ്മൾ പ്രസവിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പാല് കൂട്ടിയത് കൊണ്ടോ മാത്രം അമ്മയാവില്ല. മനസ്സുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സ്നേഹിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന വേണം അല്ലേ. എന്നാൽ തന്നെയാണ് അമ്മയാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. എന്തൊക്കെ ഡോക്ടറോട് പറഞ്ഞു, മെൻസസ് ക്ലിയർ അല്ല, മെൻസസിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, വയറ്റിൽ കൊഴുപ്പാണ്, തടുപ്പുണ്ട് എന്ന് പറഞ്ഞു സ്കാനിങ് ചെയ്തപ്പോൾ എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയ, അതും ഡെലിവറി ആവാറായ ഒരു പെൺകുട്ടിയുടെ വയറ് തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായും, പ്രത്യേകിച്ച് പ്രസവ സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൺട്രാക്ഷനൊക്കെ ഉണ്ടാവും അല്ലേ. തൊടുമ്പോൾ തന്നെ അറിയാം വയറ് വലിഞ്ഞ് മുറുകിയ പോലെ ഉണ്ടാവും. അപ്പോൾ അത് തൊടുമ്പോൾ തന്നെ ഒരു ഡോക്ടർക്ക് മനസ്സിലാവും. എന്നിട്ടും ആ ഡോക്ടറുടെ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്.
ആ വീട്ടുകാരിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ ഇന്നത്തെ അപ്പോൾ ചിലപ്പോൾ ചിലർ പറയും പിന്നെ വീട്ടുകാരെ അറിയാതിരിക്കുകയാണെന്ന്. ചിലപ്പോൾ സംഭവിക്കാം, അങ്ങനെയും സംഭവിക്കാം. നമ്മുടെ പൂർണ്ണ വിശ്വാസമാണ് നമ്മുടെ മക്കളിൽ. അപ്പോൾ നമ്മളെ മക്കൾ ഒരിക്കലും എന്താ പറയുക വഴി തെറ്റി പോവില്ല എന്ന് ചിന്തിക്കുന്ന വീട്ടുകാർക്ക് ചിലപ്പോൾ ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ വീട്ടുകാരെ കുറ്റമൊന്നും പറയുന്നില്ല. മക്കൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയാണ്. പല വീടുകളിൽ, നമ്മുടെ അടുത്ത വീടുകളിലായിക്കോട്ടെ, നമ്മുടെ വീടുകളിലായിക്കോട്ടെ, മറ്റുള്ള വീടുകളിലായിക്കോട്ടെ, നമ്മൾ കാണുന്നുണ്ട്. നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ആകുമ്പോൾ മക്കൾ പറയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കുന്ന വീട്ടുകാരുണ്ട്, അല്ലെങ്കിൽ അമ്മമാരുണ്ട്. അപ്പോൾ ഇന്നത് വേണം, ഇന്നത് ചെയ്യണം, ഇങ്ങനെയാണ്. അപ്പോൾ ആ മക്കൾ നല്ല വിവരമുള്ളതുപോലെ പറയുമ്പോൾ ഈ അമ്മയ്ക്ക് അച്ഛനും വിവരമില്ലാത്തത് കൊണ്ട് പറയണതെല്ലാം ശരിയാണെന്ന് ചിന്തിച്ചിട്ട് അതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പിന്നെ മക്കൾ വിഷമിക്കരുതെന്ന് കരുതിയിട്ട് പുറമേ സ്ഥലത്തേക്ക് നമ്മൾ പഠിക്കാനോ ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ആ വിശ്വാസം കൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം മുഴുവൻ അച്ഛനമ്മമാരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും വളർത്തു ദോഷമാണ് ഈ മക്കൾ ഇങ്ങനെ ആവണത് എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. അതിന് അച്ഛനും അമ്മേനെയും നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മനസ്സാക്ഷി അല്ലെങ്കിൽ മനോഭാവം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മൾ കേട്ടത്, നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ 73 വയസ്സായ സ്ത്രീ മോഷണം നടത്തിയിട്ട് ആ സ്ത്രീനെ പിടിച്ചു എന്നുള്ളത്. അപ്പോൾ 73 വയസ്സിൽ ആ സ്ത്രീ ഇപ്പോഴും മോഷണം നടക്കുന്നതും കൂടി പ്രായമായിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെ ഒരു സ്ത്രീ മോഷണം നടത്തി എന്ന് പറയുമ്പോൾ അവരുടെ ചെറുപ്പകാലത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ചിന്തിച്ച് നോക്കണം. അപ്പോൾ അതും ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പങ്കുവെക്കണം തോന്നി, അതുകൊണ്ട് പങ്കുവെച്ചതാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.